പെൺകൊടി കനകതില കൺമണി താലി ചാർത്തി നിൽക്കുമെന്റെ വിണ്ണഴകിൻ ദേവത അഗ്നിസാക്ഷിയായി ആത്മതളം പിതരവേ നാണമാർന്നതെന്തിനെന്ന് പറയും ഈ സ്വപ്ന സംഗമം ഈ സ്നേഹ സംഗമം പൊന്മാനസങ്ങളിൽ പ്രേമോധാരയാകണം ഹൃദയാങ്കുരമേ അണയൂ ദേവി കന്യാധാരമല്ല ഇളവി പൂക്കളില്ല മാനസരംഗവേദിയിൽ പവിഴമലർപ്പെൺ അമ്മു ചേച്ചി കാണിച്ചു ചേട്ടൻ ഔട്ടാവണ്ടില്ലായിരുന്നു യോഗം കണ്ടിട്ട് വിളിക്കും. ഓക്കെ, താങ്ക് യു. ഇനി എന്താണ് പ്ലാൻ? വഴിയെ കാണും. ഇപ്പൊ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകുന്നത് നിജം. നാട്ടിലേക്ക് വരുന്ന ഞാൻ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പ്രാർത്ഥിക്കും. എനിക്കറിയില്ല. ആര് പറഞ്ഞു? ഇത് ഇരിക്കുന്ന കഞ്ഞിയിലെ പാട്ടാണ്. ഒരു വട്ടം കൂടി കാണാം ബിഗ് ബോസിൽ. ചേട്ടന് പെട്രോൾ അടിച്ചിട്ടില്ല. സ്റ്റാർട്ടായിട്ടാ? ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ടായി. ഒരു വട്ടം കൂടി കാണാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കും. ഒരു വട്ടം കൂടി രതീഷേട്ടനെ കാണുവാൻ, ബിഗ് ബോസിൽ കാണുവാൻ മോഹം. ഹലോ, സീറ്റ് വിളിക്കടാ. എന്റെ അമ്മു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങള്? ടാറ്റ പറഞ്ഞില്ലേ? അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ? എല്ലാവരോടും പറഞ്ഞു. പോട്ടെ എന്നാ, ടാറ്റ ടാറ്റ. നിങ്ങൾ ഹാപ്പി ആണല്ലോ? താങ്ക് യുടാ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, ബൈ. കണ്ണാട്ട് ഹാപ്പിയാടാ അപ്പോഴും. കണ്ണാട്ട് കിട്ടിയതൊക്കെ ബോണസാടാ. കണ്ണാട്ട് ഗിരിജാകുമാരുടെ ടി എൻ വിശ്വനാഥ് സാധാരണ ആളാ. കിട്ടിയതൊക്കെ എന്തോ ഒരു ഭാഗ്യം. നിങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ, അതൊക്കെ വെരി താങ്ക് യു. നിങ്ങൾ എന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം കാത്ത് നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് എത്തിച്ചു തന്നല്ലോ. ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ്. ഒരുപാട് നന്ദി. കണ്ണേട്ടനെ വക ഒരുപാട് നന്ദി. വൈശാഖ് രാവിലെ 11 മണിക്ക് വന്നതാ. അയ്യടാ, സോറി വൈശാഖ്, സോറി സോറി. ഓക്കെ, രാവിലെ 11 മണിക്കാ. അപ്പൊ നീ എന്റെ വീട്ടിലെ അമ്മു ചേച്ചി ഒന്ന് വിളിക്കായിരുന്നില്ലേ അപ്പൊ? ട്ടാ, ഇനി കാത്തുക്കുമ്പോ അമ്മു ചേച്ചിയുടെ ഫോൺ നമ്പർ മേടിച്ചിട്ടില്ലേ? ഇനി കാത്തുക്കണ്ട, ഞാൻ നിങ്ങളെ കാത്തുക്കാം. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു ട്ടാ. ഹാപ്പി ആണല്ലോ? ഹാപ്പി. താങ്ക് യു താങ്ക് യു താങ്ക് യു മുത്തേ, താങ്ക് യു. ഓക്കെ, അച്ഛനെ എന്റെ അച്ഛനെ കാണാൻ വരണം. ഓക്കെ, അച്ഛനെ കാണട്ടെ പോയിട്ട്. ബൈ. ഓക്കെ ഓക്കെ ബൈ. ഏത് കൂടെ എങ്ങനെയല്ലേ? ശരി ട്ടാ, താങ്ക് യു. കേറല്ലേ കേറല്ലേ ബാഗിലെ കേറല്ലേ. ചേച്ചി അല്ലേ ചേച്ചി? നമസ്കാരം. ഇങ്ങോട്ട് അങ്ങോട്ട് നമസ്കാരം. നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും സംസാരിക്കും. പോവാം. അമ്മേനെ പരിചയപ്പെട്ടില്ലേ? ചേട്ടനെ പരിചയപ്പെട്ടില്ലേ? ഭാര്യ. ഇത് രണ്ടാമത്തെ പാറപ്പൻ. ഞാനേ പെട്ടെന്ന് ഇത് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ ചെവി ഒന്ന് അടഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കളി ഇഷ്ടപ്പെട്ടില്ലേ? അത് നമസ്കാരം. നമുക്കൊരു കാര്യം, ഡിസ്റ്റർബൻസ് വേണം. അങ്ങോട്ട് നീക്കാം. ഇങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം.
യെസ് 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 മെല്ലെ മെല്ലെ ഞാൻ എല്ലാവരോടും സംസാരിച്ചിട്ട് പോകും. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഗെയിം ആസ്വദിച്ച് വരുമായിരുന്നു. അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര നേരം കുറെ കാത്തിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ പെട്ടെന്നുള്ള പുറത്താക്കൽ ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പെട്ടെന്നുള്ള പുറത്താക്കൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല ഗെയിമറായിരുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? അതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചത്. എനിക്ക് വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയില്ല. അതായത് നോക്കാം. എന്തായാലും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത്. തൃശ്ശൂർ പൂങ്കുന്നത്ത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുന്ന ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായില്ലേ, അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നില്ലേ, ഇത് തന്നെയാണ് എൻ്റെ ബലം. അപ്പോൾ നിങ്ങളെന്താണ് പറയുന്നത്? അതായത് എന്താണ് ചേട്ടനല്ല പുറത്താവേണ്ടതെന്നാണ് പുറത്തുള്ള പ്രേക്ഷകർ പറഞ്ഞത്. കാരണം വെറുതെ ഇരിക്കുന്ന ആൾക്കാരോടെ ഞാനെന്താ അറിയോ, ഞാൻ എൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഞാനാണ് ബേസിക് നേച്ചർ. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വായത് വരാൻ സംസാരിക്കുന്ന ഒരാളാണ്. ഞാനവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ്. ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല. ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സോഫ്റ്റ് നിന്ന് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷേ അവിടെ ഉള്ളപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാത്തിലും കയറി ഇടപെടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ താൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് തന്നെ സഹായിക്കുകയും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത്. അപ്പോൾ ആ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് എന്നെക്കാളും കൂടുതൽ മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാമോ അല്ലേ? അത് മാസ്ക് ഊര്. കൊറോണ ഒന്നും ഇല്ല. അപ്പോൾ ഓക്കെ, മാസ്ക് ഒക്കെ ഊര്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാമോ നിങ്ങൾ അല്ലേ? അത് എടുത്ത് പെരുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ. പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ കളികൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെയാണല്ലോ ബേസിക്കലി ബിഗ് ബോസിൽ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ടോക്സിക് ആകാൻ ശ്രമിച്ചാണ്. ഞാൻ അങ്ങനെ ടോക്സിക് ആകാൻ ശ്രമിച്ചതല്ല. അവിടുത്തെ ഇപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ഇതിൻ്റെ ഉള്ളിലൊരു സ്കീമുകൾ. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്കുണ്ടാവും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ബ്രെയിൻ ഫ്രീ ആണ്. ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ. 6ാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ. ഞാനാണ് 1ാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? പ്രസ്ഥാനങ്ങൾ ഞാൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതൊക്കെ നമ്മൾ പിന്നെ ഞാൻ പറയുന്നത് അറിയോ, അങ്ങനെ തുറന്ന് പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ. അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് വന്നത് അല്ലേ? അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളിൽ അറിയാമല്ലോ. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നെ പോലത്തെ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ്. ആ ടാഗ് കാരണം മാത്രമാണ് എന്നെ പോലെ സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില അതൊക്കെ ഗെയിമാണ്. അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു എൻ്റെ ചേട്ടന്മാരെ. എനിക്ക് പിന്നെ കുറേ കാര്യങ്ങളിൽ ചെറിയ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. നിങ്ങളെല്ലാവരും എനിക്ക് വേണം. ഓരോ പ്രേക്ഷകരും വേണം. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ, എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി.
എന്നെ നെഞ്ചിലെത്തി തുടങ്ങി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരൊക്കെ എന്നെ എൻ്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായി പോയടാ മോനെ എന്നൊക്കെ കരയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ്. അല്ലാതെ വേറെ ഒന്നല്ലല്ലോ. നിങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം, അത് ഒരു 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല. രതീഷ് കുമാർ ഹാപ്പിയാണ്. അതാണ്. പഴയ കണ്ടസ്റ്റന്റുകളെ അനുകരിക്കാൻ നോക്കുന്നൊരു നമ്മള് അനുകരിക്കാൻ നോക്കിയതല്ല. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. നിങ്ങളത് കണ്ടു. അനുകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാളെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു, ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ? ഇയാളിപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ പറയാണ് ഇയാളെ ഈ താടി വെച്ച എന്താ പേരെന്താ പറഞ്ഞു, ഈ വൈശാഖിനെ താൻ അനുകരിച്ചതെന്ന് പറഞ്ഞാൽ എന്താവും? അതായത് നമ്മൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം, തൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തൻ്റെ തിരിച്ചു ദേഷ്യപ്പെടാൻ അറിയാം. അതിൽ വൈശാഖം മുമ്പ് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖിനെ അനുകരിക്കാന്ന് പറയാൻ പറ്റും. അതാണ് അവിടുത്തെ രീതി. ഞാൻ ഒരാളെയും അനുകരിച്ചിട്ടില്ല. പക്ഷേ ആൾക്കാർ പറയട്ടെ, എനിക്കത് വിഷയമേ അല്ല. കാരണം വെച്ചാൽ അത് അവരുടെ അഭിപ്രായം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ കൂടുതലായിട്ട് പറയുന്നത് സ്ത്രീകളോട് കൂടുതൽ കയർത്ത് സംസാരിക്കുന്നു, അടിപൊളി ഉണ്ടാക്കുന്നു. ഞാൻ എല്ലാവരോടും നടന്ന് ചൊറിയാൻ പോയിട്ടുണ്ട്. ഞാനുള്ള കാര്യം പറയാലോ, സ്ത്രീകളെന്നല്ല ആണുങ്ങളായാലും സകല ആൾക്കാരോടും എൻ്റെ ബേസിക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. എൻ്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറിയലാണ്. ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പരിചയക്കാരുണ്ടാവില്ല, കൂട്ടുകാരുടെ കാര്യം ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്ക് കളിയാണോ കളിച്ചത്? അതുമല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എന്തെങ്കിലും മോഷണം നടത്തിയ ഒരാൾ, അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല. അപ്പൊ വൈശാഖിന്റെ അടുത്ത് ചോദിക്കുകയാണ്, താൻ കക്കുന്ന ആളല്ലോ, തനിക്ക് കത്തോടുള്ളൂ, താൻ എന്താ കക്കാത്തത്? താൻ കക്ക്, അങ്ങനെ പറ്റില്ലോ, താൻ കക്ക് എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അയാൾക്ക് നന്നാവുന്ന ഒരു അവസരം കൊടുക്കണം. അതേപോലെ തന്നെ ചിരിക്കണ്ട. ഇയാളുടെ പേരെന്താ പറഞ്ഞു? ജിമ്മി ഭയങ്കര ചിരിയാണ്. അപ്പൊ ഇയാളുടെ പേരെന്ന് പറഞ്ഞു സിനൻ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം, എന്റെ ബേസ് വർത്തമാനാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയണ 2 മണിക്കൂർ എന്നോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എന്റെ മക്കൾ, എന്റെ മോളും അവരൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? എന്റെ ബേസ് സംസാരമാണ്. ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ പറയാതെ കളിക്കാമായിരുന്നു. നിങ്ങളോടെല്ലാവരും അതാണ് ഫേക്ക്. ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു. അത് എൻ്റെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവനാണ് ഞാൻ. അത് ഒരാളെ അനുകരിക്കണതല്ല. എനിക്ക് മുമ്പുള്ള സീസണുകളിൽ അവരൊറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ. ഉണ്ടോ വൈശാഖ്? ദയവ് ചെയ്ത് പറയണം, എന്നെ കൊല്ലരുതേ. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. ഞാൻ വിചാരിച്ചത്, ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ വിചാരിച്ചത് 19 പേരുണ്ടെങ്കിൽ അതിൽ 18 പേരും എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് ജിമ്മി. എന്നെക്കാളും വളരെ കഴിവുള്ളതാണ്. അവരെ തരണം ചെയ്ത് എനിക്ക് എങ്ങനെയും നിൽക്കണം. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ എന്നെ സല്യൂട്ട് അടിച്ചു, എൻ്റെ 2 ചേട്ടന്മാരും എന്നെ സല്യൂട്ട് അടിച്ചു. നീ ഭയങ്കര ബുദ്ധിമാനാണല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബുദ്ധിയൊക്കെ എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ തരണം ചെയ്ത് എങ്ങനെയും നിൽക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത്. എന്നെക്കാളും എത്രയോ മടങ്ങ് കഴിവുള്ള. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കണം, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും എത്തിപ്പെടില്ല. പിന്നെ എൻ്റെ വിഷൻ ശരിയാണ്, ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ്. പക്ഷെ അതറിയില്ല. ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, എന്തും സംഭവിക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റിയിടും. മനസ്സിലായില്ലേ? ഇന്നേ വരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വഴി ചോദിച്ചു പോയില്ലേ, അതേപോലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ നുണ പറയുന്നത്? നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ തന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിൻ്റെ ചിലവിൽ ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി വളരെയധികം നല്ല രീതിയിലാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ എവിക്റ്റായി. എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു തരി കോൺഫിഡൻസ് എന്നിൽ നിന്ന് കുറയുന്നത് നിങ്ങൾ കണ്ടില്ല? സിന കണ്ടോ? ഇല്ല. അപ്പൊ അതാണ് സംഭവം. തന്റെ പേരെന്താ പറഞ്ഞോ? നന്ദു. ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് എന്തും കിട്ടുന്നത് ബോണസാണ്. കപ്പടിക്കാൻ പോയവന് തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു. വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും അറിയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? എനിക്ക് അതൊന്നും അറിയില്ല. വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ
എനിക്ക് കിട്ടിയ ഒരു അവസരം നന്നായി യൂസ് ചെയ്തു. ഇനിയും എനിക്ക് വല്ല അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്യും. അപ്പൊ കളി മാറ്റി പിടിക്കും. കളി മാറ്റി പിടിക്കലിന്റെ എക്സ്ട്രീം ഇടും ഞാൻ തന്നെ പറഞ്ഞു കളിക്കണതിന്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡോയും കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എന്നെ ഹൃദയത്തിൽ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നു. ജിൻഡോനെ ഞാനും കൂടിയിട്ട് ഒരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു. അത് കുറേ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കാണാം, പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം ജിൻഡോ എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ജിൻഡോ എൻ്റെ കൂടെ പോയപ്പോഴേ ഞാൻ പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജിൻഡോ ആണ്. പക്ഷേ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റന്റിനും അത് ടെലികാസ്റ്റിന് വന്നോന്ന് എനിക്കറിയില്ല. ഞാനൊരു ഗെയിമറാണ്, ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. 19 പേരും എനിക്ക് എതിരാളികളാണ്. താനിപ്പോൾ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ്, താനൊന്ന് നന്നാവുമെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. എന്തുകൊണ്ട്? എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എൻ്റെ തലയിൽ കയറി നിരങ്ങണം. അപ്പോഴാണ് എനിക്ക് തന്നെ വെട്ടി വീഴ്ത്താൻ പറ്റുള്ളൂ. ആ ഗെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോ ഇയാള്? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പാളിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാളിപ്പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു. പാളിപ്പോയി എന്ന് വിചാരിക്കുന്നില്ല. ഇനി എന്റെ ചേട്ടന്മാര് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു. ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം 1, അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങിയത്. സാധാരണ ആൾക്കാർ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ ആൾക്കാരെ പഠിച്ചിട്ട് ഗെയിം കളിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ഒരു PR-ഓ അങ്ങനെയൊന്നും ഒരാളെ ഏൽപ്പിക്കാതെ ചെന്നിട്ടുള്ള എൻ്റെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി, ജനങ്ങൾക്ക് എന്നെ വേണ്ട. അപ്പം ഞാൻ ഔട്ടായി. പ്ലാൻ ചെയ്ത് പോയതാണോ? ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഒരു സാധാരണക്കാരനെ എനിക്ക് എന്ത് പ്ലാനിങ്? ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് 10 വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം വേണോ, പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ. അപ്പം ഞാൻ എൻ്റെ പ്ലാനിങ് ഇല്ലെങ്കിൽ തുടക്കം തന്നെ കടിച്ചു കീറാൻ ചെല്ലുന്ന തരത്തിലേക്കാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ബിഗ് ബോസ് എന്ന് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു, ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു. അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത്, അല്ലേ? ആണോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്കുക. എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ്. സിനനിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ രജിസ്റ്റർ ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം, എന്നാലും എനിക്ക് തണ്ടയിൽ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു. ബിഗ് ബോസ് എനിക്ക് എല്ലാം, ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത്. ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ്. ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ. ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ കൂട്ടാ, അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. അതൊന്നും അല്ലല്ലോ, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു. ഇപ്പൊ ഞാൻ ചൊറിയനാണോ? എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി, കോമാളിയുടെ അവാർഡ് കിട്ടി, തരികടയുടെ അവാർഡ് കിട്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട് തൃശ്ശൂരാണ്, പോകുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ പറയും രതീഷ അവൻ ഇങ്ങനെയല്ല എന്ന് പറയും. എന്ന് വെച്ച് ഞാൻ ഫേക്കാണെന്ന് നിങ്ങൾ പറയരുത്. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യല്ലേ. അതേപോലെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗം ഉണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ എനിക്കറിയില്ല. ഞാൻ സാധാരണക്കാരായിട്ട് പോയതാ. ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. ഞാൻ പഴം പിഴുങ്ങിയ പോലെ ഇരുന്ന എൻ്റെ വൈശാഖ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാം. നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം. ഇത്ര നേരം ഞാൻ സംസാരിച്ചു, പിന്നെ സംസാരിക്കാം. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചു. അതിൻ്റെ തെളിവാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്നത്. പരീക്ഷയിൽ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ, കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകരും എൻ്റെ കൂടെ നിൽക്കട്ടെ. ഗെയിം കളിച്ച് മതിയായിട്ടില്ലൂ. അവിടെ ഒരു ഫേക്ക് പ്രണയം തുടങ്ങിയായിരുന്നല്ലോ, അതൊന്ന് പൊളിക്കാൻ ശ്രമിച്ചായിരുന്നു. പറഞ്ഞത് ഫേക്കാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, വൈൽഡ് കാർഡ് ആയിട്ട് ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഫേക്കാന്ന് ആരാ പറഞ്ഞത്? പ്രണയമായിട്ട് തോന്നി. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടാ നിങ്ങൾ അകലയിൽ നിന്ന് കാണുമ്പോൾ എനിക്കും അത് തോന്നി. ഞാൻ കണ്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് പ്രണയമാണോ അല്ലെന്ന് എനിക്ക് തന്നെ അറിയില്ല.
മനസ്സിലായില്ലേ? അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രണയം. ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ മൈൻഡ് ഫുള്ള് ഗെയിമാണ്. സത്യം പറയാലോ, ഗെയിം കളിച്ച് മതിയായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ത്രില്ഡാണ് ഞാൻ. എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല. എന്നിൽ നിന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ബിഗ് ബോസ് മുത്താണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അവസരം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റി. വെരി താങ്ക് യു. നിങ്ങളൊക്കെ ഭയങ്കര സാധനങ്ങളാണ്. എൻ്റെ വായന താങ്ക് യു കേട്ടോ. ഓക്കെ താങ്ക് യു. എന്നെ പാറപ്പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? എന്നെ പാറപ്പെട്ടെന്ന് ഹിറ്റാക്കാൻ പറ്റുമോ? എന്റെ അച്ഛപ്പനുണ്ട്. അച്ഛപ്പന് പരീക്ഷയാണ്. അച്ഛപ്പന് പരീക്ഷ ആയിരുന്ന വീട്ടിലാണ് കേട്ടോ. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ നോക്കൂ കേട്ടോ. ഓക്കെ, ഇവരാണ് എന്റെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണുനീര് പൊഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സാധാരണക്കാരനാണ്. എന്റെ ഹൃദയങ്ങളെ ഓർത്തപ്പോഴാണ് അറിയാതെ കണ്ണുനീരൊക്കെ വന്നിട്ടുള്ളത്. അത് അങ്ങനെയാണ്, നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ? ഇയാളുടെ പേരെന്താ? മിഥുൻ. ഓക്കെ. ഇതെന്താണ് അമ്മു? അവിടെ അമ്മു ചേച്ചി പറയാറില്ലേ? അത് ഗിരിയേട്ടൻ. ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹിച്ച ആളാണ്. വേണ്ട, പോണ്ട, ഗിരിയേട്ടാ വീട്ടിൽ നിന്നാ മതി. അമ്മ കേട്ടോ, അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അമ്മ, ഞാൻ അവിടെ എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല. വിളിച്ചപ്പോൾ എന്നെ ചോദിച്ചത്, ഭക്ഷണം കിട്ടില്ലടാ മോനെ മതിടാ മോനെ, നീ ഇങ്ങോട്ട് വാടാ, നീ കുട്ടാ മതിടാ കുട്ടാ അല്ലേ? ഓക്കെ, അമ്മ ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. കിട്ടിയതൊക്കെ ബോണസാണ്. ഈ നിൽക്കുന്നതൊക്കെ ബോണസ് അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരിട്ടാ. ഇപ്പം ഏകദേശം മനസ്സിലായില്ല, എൻ്റെ ക്യാരക്ടർ മനസ്സിലായില്ല. അച്ഛനെ മിസ് ചെയ്തടാ മൊത്തേ. ചേട്ടൻ നേരെ വീട്ടിലേക്കാണോ? നേരെ ഞാൻ വീട്ടിലേക്ക്. എൻ്റെ അച്ഛനെ കാണണം. അച്ഛനെ വയ്യാതെയല്ല, അച്ഛൻ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛന് ചെറിയൊരു ചെറിയൊരു പ്രോബ്ലം പണ്ട് ഒരു 5-8 മാസം മുന്നേ വന്നപ്പോഴേ അച്ഛനത് വരാൻ പറ്റിയിട്ടില്ല. അപ്പം അച്ഛൻ എന്നെ കാത്തിരിക്കണം. എൻ്റെ അച്ഛനൊന്ന് കാണാൻ പോയിട്ട്. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്കാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കണം. നിങ്ങൾ എൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് കൂട്ടം കൂടി ആക്രമിച്ചു എന്ന് തോന്നുന്നുണ്ടോ? കൂട്ടം കൂടി ഒറ്റപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ കളി അങ്ങനത്തെയായിരുന്നു, മനസ്സിലായില്ലേ? അതായത് കൂട്ടം കൂടിയൊന്നും ഒറ്റപ്പെടുത്തുക അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് അല്ലാതെ ഞാൻ ഒരാളെയും കുറ്റം പറയാൻ തയ്യാറില്ല. ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്ന ആളാണ്. ഇപ്പോഴും എൻ്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തില്ലേ, അതൊക്കെ വലിയൊരു കാര്യമല്ലേ? ഞാനൊക്കെ അത്ര പ്രതീക്ഷ മതിയോ എൻ്റെ ജീവിതത്തിൽ? പ്രസ്താവന പ്ലാൻ ചെയ്ത് പറഞ്ഞാണോ? അല്ലല്ല, അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഒരു പ്ലാൻ ചെയ്ത് പറയാൻ മാത്രമൊന്നുമല്ല. അവിടെ നമ്മുടെ അടുത്ത് ഓരോന്ന് വരുമ്പോൾ നമ്മൾ തിരിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സൗഹൃദത്തിലാണ്. ഞാൻ വരുമ്പോൾ കണ്ടില്ല, എല്ലാവരായിട്ടും എനിക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരായിട്ടും ഞാൻ സൗഹൃദത്തിലാണ്. ഗെയിം ഞാൻ അവിടെ കളഞ്ഞു പോകുന്നതാണ്. ഇനി ഗെയിമല്ല, എൻ്റെ ജീവിതമാണ്. ജീവിതത്തിൽ ജിൻഡോ കരയണ ഇപ്പോൾ പാവം, എൻ്റെ മല്ലയ്യ പാവം. അവന് ഞാനില്ലാതെ മിസ്സിങ് ആയിട്ടുണ്ടാവും. അത് അവൻ പോലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവനൊരു പാവാണ്. അവൻ ശുദ്ധനാണ്. അവൻ്റെ മനസ്സിൽ അവനൊരു കാര്യം പറഞ്ഞാൽ പുറത്തേക്ക് അവന് അത് അങ്ങനെ അത്രയും പറയാൻ പറ്റുന്നില്ല. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ ഞാൻ ഓരോരുത്തരോടും ചെന്നിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ മനസ്സിൽ പറയുന്നതല്ല പുറത്തേക്ക് പറയുന്നത്. അവനൊരു പാവമാണ്. അവൻ നിങ്ങൾക്കൊക്കെ തോന്നിയില്ലേ, ഞാനൊരു പാവത്തിന് തന്നെയാണ് പാവം എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ക്രൂരനല്ല പാവം. അവൻ ആ മല്ലനായിട്ടുള്ള ശരീരം മാത്രമേ പഞ്ചപാവണം. അവനാണ് എനിക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിച്ചതൊക്കെ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞു എൻ്റെ മുട്ടുകുത്തി നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താ, ഞാൻ അവനവിടെ പുറത്ത് കിടന്നപ്പോൾ ഞാനും പുറത്ത് കിടന്ന ഒരാളാണ്. അത് അങ്ങനെയല്ല. അതിപ്പോൾ അവൻ പുറത്ത് കിടന്ന കാരണം നമുക്കും പുറത്ത് കിടക്കണം അങ്ങനെ വിചാരിച്ചല്ല. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ്. അത് എനിക്ക് മല്ലയ്യനെ എനിക്ക് പരിചയമൊന്നുമില്ല. ജിൻഡോനെ എനിക്ക് അവിടെ ചെന്നിട്ടുള്ള പരിചയമുണ്ട്. അവസാനം ജയിലിൽ കിടന്നില്ല. ആ സീക്വൻസ് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? ജയിലിൽ കിടന്നോട് കൂടിയിട്ട് ഒരു ബുദ്ധിയും ശക്തിയും ഒന്നിച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലത്തെ ആയിരുന്നു. കളി വേറെ ലെവലിൽ മാറ്റി പിടിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ചേട്ടാ, ഹീറോ ആവാൻ പോയിട്ട് ഒന്നുമല്ലാതെ ഇല്ല. എനിക്ക് ഇതൊക്കെ ആവാൻ പറ്റിയില്ല. ഞാൻ ഹീറോ ആവാൻ പോയിട്ട് ഞാൻ ഹീറോ അല്ല സൂപ്പർ സ്റ്റാറും അല്ല. പക്ഷേ ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് എനിക്ക് കിട്ടിയതൊക്കെ ബോണസാണ്. ഞാൻ സീറോ ആണെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്നെ നോക്കി വരുന്നില്ല.
ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമല്ലോ. ഇയാളുടെ പേര് അജീഷ്. നിങ്ങളെല്ലാവരും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമാണല്ലോ. അപ്പം ഞാനൊരു സീറോ ആണോ? അല്ല, അതാണ് ഗെയിം കേട്ടോ. എന്നെ മിസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ജിൻഡു ആയിരിക്കും. ഞാനും മിസ് ചെയ്യുന്നത് ജിൻഡപ്പിനാണ്. എൻ്റെ ജിൻഡപ്പിന് ഞാനും കൂടിയിട്ട് പല കളികളും കളിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവം സത്യസ്വരൂപനാണ്. നോക്കാം. അപ്പം ചേട്ടൻ ഇറങ്ങുന്നതിന് മുന്നേ ജിൻഡോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് ആയിട്ട് ഇപ്പം കളരിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്തെങ്കിലും നമ്പർ പറഞ്ഞു കൊടുത്തായിരുന്നു? ഞാനോ? എന്ത് നമ്പർ? അവന് എന്ത് നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവൻ ഞാൻ പറയണതും കേൾക്കില്ല, ആര് പറയുന്നതും കേൾക്കില്ല. ജിൻഡോതായിട്ടുള്ള വഴിയുണ്ട്. ഞാൻ പറയുന്നതൊന്നും ജിൻഡോ കേൾക്കില്ല കേട്ടോ. ജിൻഡോതായിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത്, ഞാൻ എൻ്റേതായിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത്. അവിടെ ഓരോരുത്തരുടെ ഗെയിം കളിക്കുന്നുണ്ട്. അനുകരിക്കാതൊന്നും എനിക്കറിയില്ല. പക്ഷേ ജിൻഡോ ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തും കാര്യമില്ല, അവനത് ചെയ്യില്ല. അവനെ തന്നെ വിശ്വാസമില്ല. പാവമാണ് അവൻ. പക്ഷെ ഞാൻ പോകുന്നപ്പോൾ അവൻ അത്രയും ഭയങ്കര അവനെ ഒരുപാട് വിശ്വസിക്കുന്നു. കാരണം ഞാൻ അവനെ വെട്ടിൽ വീഴ്ത്തില്ലെന്ന് അറിയായിരുന്നു. ഞാനൊരു ഗെയിമറാണ്. അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പഴവ് പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അതെടുത്ത് ട്രിഗർ ചെയ്യാം. ഞാൻ ട്രിഗർ ചെയ്യില്ല. അതൊക്കെ ഒരു പൊട്ട ഗെയിമാണ്. അവൻ നേർക്ക് നേർ നിന്നിട്ട് കളിക്കുന്ന ഒരു വിഷയനാണ്. അവൻ അങ്ങനെ വേണം. അപ്പോൾ എൻ്റെ എതിരെയുള്ള ഗെയിമേഴ്സിനെ ഞാൻ അങ്ങനെ ഒരു പിഴവ് വന്നാൽ ആ പിഴവിൽ ഞാൻ പിടിച്ച് കയറിയിട്ടില്ല. അത് ഞാൻ ഉപദേശിച്ച് നന്നാക്കിയിട്ടേ ഉള്ളൂ. അതായത് അറിയാം, നിങ്ങൾ കണ്ടിട്ടുള്ളല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല. ചേട്ടാ 2 പ്രാവശ്യം ബാഗ് പാക്ക് ചെയ്താണല്ലോ, നേരത്തെ 2 പ്രാവശ്യം പാക്ക് ചെയ്ത് ഇറങ്ങി പോരുമെന്ന് പറഞ്ഞായിരുന്നു. അല്ല, അതൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ കണ്ടത്, അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല. എല്ലാം പാസ്സാ. ഓക്കെ, ശരി, താങ്ക് യുടാ. താങ്ക് യു. നിങ്ങളെല്ലാവരും വന്നില്ലേ? ഐ എം നോട്ട് എ സീറോ. കണ്ണേട്ട പോട്ടെ. ഓക്കെ, കണ്ണേട്ട കൂടെ ഉണ്ടായിക്കോളൂ കേട്ടോ. താങ്ക് യു മുത്തേ. വരും കണ്ണേട്ടൻ വന്നിരിക്കും. കണ്ണേട്ട വന്നിരിക്കും. ഇതാണ്, കണ്ടില്ലേ? ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മുച്ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് കാര്യം മനസ്സിലായി. ഇതാണ് നോക്കിയാൽ അമ്മുച്ചേച്ചി പൊടിയല്ലേ? വൈറലായി അമ്മുച്ചേച്ചി. എൻ്റെ അമ്മേനെ വൈറലാക്കോ? വീട്ടിലുള്ള അച്ഛനെ വൈറലാക്കാം. നമ്മുടെ വണ്ടി പെൺകൊടി താലി ചാർത്തി നിൽക്കുമെന്റെ വിണ്ണഴകിന്തേവത അഗ്നിസാക്ഷിയായി ആത്മദളം പിതരവേ നാണമാർന്നത് എന്തിനെന്ന് പറയും. ഈ സ്വപ്ന സംഗമം, ഈ സ്നേഹ സംഗമം പൊന്മാനസങ്ങളിൽ പ്രേമോധാരയാകണം. ഹൃദയാങ്കുരമേ അണയൂ ദേവി, കന്യാധാരമല്ല ഇളവി പൂക്കളില്ല മാനസരംഗവേദിയിൽ പവിഴമലർ പെൺ. അമ്മു ചേച്ചി കാണിച്ചു. ചേട്ടൻ ഔട്ടാവണ്ടില്ലായിരുന്നു. യോഗം കണ്ടിട്ട് വിളിക്കും. ഓക്കെ, താങ്ക് യു. ഇനി എന്താണ് പ്ലാൻ? വഴിയെ കാണും. ഇപ്പൊ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകുന്നത് നിജം. നാട്ടിലേക്ക് വരുന്ന ഞാൻ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പ്രാർത്ഥിക്കും. എനിക്കറിയില്ല. ആര് പറഞ്ഞു? ഇത് ഇരിക്കുന്ന കഞ്ഞിയിലെ പാട്ടാണ്. ഒരു വട്ടം കൂടി കാണാം ബിഗ് ബോസിൽ. ചേട്ടന് പെട്രോൾ അടിച്ചിട്ടില്ല. സ്റ്റാർട്ടായില്ല? ഓക്കെ, സ്റ്റാർട്ടായി. ഒരു വട്ടം കൂടി കാണാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കും. ഒരു വട്ടം കൂടി രതീഷേട്ടനെ കാണുവാൻ, ബിഗ് ബോസിൽ കാണുവാൻ മോഹം. ഹലോ, സീറ്റ് ബെൽറ്റ് നീ കണ്ണേട്ടാന്ന് വിളിക്കടാ. എന്റെ അമ്മു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങള് ടാറ്റ പറഞ്ഞില്ലേ? അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ? എല്ലാവരോടും പറഞ്ഞു. പോട്ടെ എന്നാ, ടാറ്റ. നിങ്ങൾ ഹാപ്പി ആണല്ലോ? താങ്ക് യുടാ. ഓക്കെ, താങ്ക് യു, ബൈ. കണ്ണേട്ട ഹാപ്പിയാടാ അപ്പോഴും. കണ്ണേട്ടനെ കിട്ടിയതൊക്കെ ബോണസാടാ. കണ്ണേട്ടത്തെ ഗിരിജാകുമാരുടെ TN വിശ്വനാഥ് സാധാരണ ആളാ. കിട്ടിയതൊക്കെ എന്തോ ഒരു ഭാഗ്യം. നിങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ? അതൊക്കെ വെരി താങ്ക് യു. നിങ്ങൾ എന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്, ഇത്രയും നേരം കാത്ത്, നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് എത്തിച്ചു തന്നല്ലോ. ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ്.
ഒരുപാട് നന്ദി കണ്ണേട്ടനെ വക ഒരുപാട് നന്ദി. കാരണം വൈശാഖ് രാവിലെ 11 മണിക്ക് വന്നതാ. അയ്യടാ സോറി വൈശാഖ സോറി ഓക്കെ രാവിലെ 11 മണിക്കാ. അപ്പൊ നീ എന്റെ വീട്ടിലെ അമ്മു ചേച്ചി ഒന്ന് വിളിക്കായിരുന്നില്ലേ അപ്പൊ? ട്ടാ ഇനി കാത്തുക്കുമ്പോ അമ്മു ചേച്ചിയുടെ ഫോൺ നമ്പർ മേടിച്ചിട്ടില്ലേ? ഇനി കാത്തുക്കണ്ട, ഞാൻ നിങ്ങളെ കാത്തുക്കാം. ഓക്കെ താങ്ക് യു ട്ടാ. ഹാപ്പി ആണല്ലോ? ഹാപ്പി. താങ്ക് യു മുത്തേ, താങ്ക് യു. ഓക്കെ ശരി. അച്ഛനെ എന്റെ അച്ഛനെ കാണാൻ വരണം. ഓക്കെ അച്ഛനെ കാണട്ടെ പോയിട്ട്. ശരി ബൈ. ഓക്കെ ബൈ. ഏത് കൂടി എങ്ങനെയല്ലേ? ശരി ട്ടാ. താങ്ക് യു. വിളിക്കാം